ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. KJU തൃശൂർ ജില്ലാ പഠന ക്യാമ്പ് 29-30 തീയതികളിൽ ചെറുതുരുത്തിയിൽ നടക്കും. ഇതിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 ദിവസം നീണ്ടുനിൽക്കുന്ന ജില്ലാ പഠന ക്യാമ്പ് ഈ മാസം 29-30 തീയതികളിൽ ചെറുതുരുത്തി നീള ബോട്ട് ക്ലബിലെ റിങ്സൺ വർഗീസ് ഹാളിൽ നടക്കും. ക്യാമ്പിന്റെ മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ചേലക്കര വായനശാല ഹാളിൽ ചേർന്നു. CCV ഡയറക്ടറായിരുന്ന റിങ്സൺ വർഗീസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗം ആരംഭിച്ചത്. KJU ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനാതലത്തിൽ അദ്ദേഹത്തിന് ഒരു നിവേദനം, നമ്മുടെ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ളൊരു നിവേദനം കൊടുക്കാൻ വേണ്ടി ആദ്യം ചേലക്കരയിലായിരുന്നു ആരംഭിച്ചത്. അതിന് ചേലക്കര മേഖലാ കമ്മിറ്റി നല്ല രീതിയിൽ അത് ആസൂത്രണം ചെയ്തു, അദ്ദേഹത്തിന് കൊടുത്തു. ഈ ചേലക്കരയിൽ കൊടുത്ത കാര്യം പിന്നീട് കുന്നംകുളത്ത് വന്നിട്ട് വീണ്ടും ഇതേ നിവേദനം കൊടുക്കുമ്പോൾ അദ്ദേഹം അത് സൂചിപ്പിച്ചു എന്നുള്ളതാണ് ചേലക്കരയെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേകത. അത് ഞങ്ങൾക്ക് ചേലക്കരയിൽ നിന്ന് കിട്ടിയല്ലോ എന്നുള്ളൊരു വാർത്ത. അപ്പോൾ അത് വലിയൊരു ക്രെഡിറ്റാണ് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചും. അതിന് ചേലക്കര മുൻകൈയെടുത്തതിൽ വളരെ സന്തോഷം. മറ്റൊരു കാര്യം, നമ്മുടെ പല പ്രവർത്തകർക്കും ഇക്കഴിഞ്ഞ ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. ഒന്ന് വിബിറ്റ്സാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു, മനോജ് തൈക്കാട്ടിൽ, പിന്നെ മണി ചെറുതി, പിന്നെ സ്ഥിരമായിട്ട് അവാർഡുകൾ വാങ്ങിക്കൂട്ടി പോകുന്ന ഒരാളാണ്. ഇവരെയൊക്കെ നമുക്ക് ഈ വരുന്ന ഈ ജില്ലാ ക്യാമ്പിൽ ചെറുതായിട്ടൊരു ആദരം നൽകണം എന്നുള്ള ഉദ്ദേശം കൂടി. പിന്നെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിൻസൺ വർഗീസിൻ്റെ ഒരു നിര്യാണം ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ അംഗത്വം എന്നൊരാളാണ്. ഞാൻ വന്നിരുന്നു, എഴുത്ത് സമർപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ അവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ക്യാമ്പിന് റിൻസൺ വർഗീസ് നഗർ എന്ന് നാമകരണം ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ നിർദ്ദേശം നിങ്ങളുടെ മുന്നിൽ. ചേലക്കര മേഖലാ പ്രസിഡന്റ് CBOS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഞാൻ പറഞ്ഞ ഈ സാമ്പത്തികം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആൾക്കാർക്ക് വരുമ്പോൾ ഗിഫ്റ്റോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയോ ഇതിലേക്ക് ആക്കി മാറ്റാം എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ പ്രസിഡന്റിനോട് ഞാൻ ഉദ്ദേശിച്ച് മെയിനായിട്ട് അതിന് വേണ്ടിയാണ് വന്നത്. നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാവണം. നമുക്ക് പിന്നെ തെരഞ്ഞെടുപ്പ് എന്തായാലും ഇപ്പോൾ നാളെ ഇന്ന് ഇപ്പോൾ പറഞ്ഞാൽ 9 അപ്പോൾ നമുക്കിത് വേഗം തന്നെ നടത്തി തീർക്കേണ്ടതുണ്ട്. ഒരു ദിവസം തലേ ദിവസം ഒരു ഫ്ലാഗ് ഹോസ്റ്റിംഗ് പോലെ നമുക്ക് നടത്തുകയും ഒരു ചെറിയൊരു ഇത് നടത്തി പോവുകയും ചെയ്യാം. പിറ്റേ ദിവസം ശരിക്കും നമുക്ക് നടത്താം. ആ രീതിയിൽ കണ്ടക്ട് ചെയ്യാണ് നല്ലത്. 2 ദിവസം എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട തരത്തിൽ. അപ്പോൾ അതൊന്ന് ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതൊന്നും കൂടി ഇത് ചെയ്തിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് അതിലെല്ലാ വിജയാശംസകളും ജില്ലാ പ്രസിഡന്റും അതുപോലെ സെക്രട്ടറിയും ഒക്കെ നേതൃത്വം നൽകും. നമ്മുടെ എല്ലാവരുടെയും കുടിക്കുന്നതോടെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറി സ്റ്റാൻലിൻ K. സാമുവൽ, വൈസ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി, സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് താടിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരും സംഘടനാ തലത്തിലായാലും അതുപോലെ പ്രവർത്തന തലങ്ങളിലായാലും വളരെ ശ്രദ്ധിക്കപ്പെട്ടു സംസ്ഥാനത്ത് തന്നെ കൊണ്ടുപോകുന്ന വളരെ ചിട്ടവട്ടത്തോട് കൊണ്ടുപോകുന്ന ഒരു കമ്മിറ്റിയാണ് ചേലക്കര മേഖല കമ്മിറ്റി. തീർച്ചയായിട്ടും ചേലക്കര ആതിഥേയത്വം വഹിക്കുമ്പോൾ അത് ജില്ലയിൽ കൂടി അഭിമാനം കൊള്ളുന്ന ഒരു പ്രവർത്തനമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈ ചെറുതുരുത്തി നടത്തുന്ന ക്യാമ്പിന് നിങ്ങളുടെ വിലയേറിയ ഒരു പിന്തുണ ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മറ്റൊന്ന് പറയുന്നത് നമ്മുടെ അംഗങ്ങളെ ഓരോരുത്തരും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏത് രംഗത്തിനും KJU എന്ന ഈ സംഘടന വളരെ സപ്പോർട്ടീവായിട്ടാണ്, വളരെ അവർക്ക് പിൻബലം നൽകുന്ന തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുൻപായാലും ഇപ്പോഴായാലും അത് പ്രവർത്തിച്ചു വരുന്നത്. മേഖലാ സെക്രട്ടറി സജി ജോസഫ് സ്വാഗതവും ട്രഷറർ V. മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ഒരാളായിരുന്നു റിൻസൺ വർഗീസ്, എൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു.
വളരെ കാലം ചേലക്കരയിൽ CCV ചാനലിൻ്റെ MDയും അതുകൂടാതെ DCVയുടെ റിപ്പോർട്ടറുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. KJവിൻ്റെ ഇവിടുത്തെ ഉണ്ടാകുന്ന വേദന രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ KJവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആൾ കൂടിയായിരുന്നു. ആളെ പ്രൊഫഷണലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മേഖലയിൽ ആള് കൂടുതൽ ആക്റ്റീവായിരുന്നു. ജില്ലയിലെ 9 മേഖലകളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുന്ന ക്യാമ്പയിനായി വിപുലമായ സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു. TG സുന്ദർലാൽ ചെയർമാനായും മണി ചെറുതുരുത്തി ജനറൽ കൺവീനറായും കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.